ഞങ്ങൾ പോകുന്ന വഴിയപ്പോൾ എന്തെങ്കിലും സ്നാക്സ് മേടിക്കാമെന്ന് വിചാരിച്ചത് ഇതുപോലൊരു സ്നാക്സ് കടയിൽ കയറി കേട്ടോ. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു. ഞങ്ങളങ്ങനെ പോകുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ പോകുന്നത് ഇതുപോലുള്ളൊരു ഏരിയയിൽ കൂടിയാണ്. പൊള്ളി പറയാൻ പറ്റാത്തൊരു സുഖമാണ് കേട്ടോ. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കാട്ടിൽ കൂടെയുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാട്ടോ എല്ലാവർക്കും. അപ്പോൾ അത് അടിപൊളി സെറ്റപ്പ് സ്ഥലമായിരുന്നു. പിന്നെ ഇടയ്ക്കുള്ള മഴ പെയ്ത്തും എല്ലാം കൂടെ സൂപ്പറായിരുന്നു. ഇതിൻ്റെ രണ്ട് സൈഡും കാണുന്ന നിറച്ച് എണ്ണപ്പനയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എണ്ണപ്പന കാണുന്നത്. എനിക്കതൊരു അപൂർവ കാഴ്ച പോലെ തോന്നി. അതിൻ്റെ ഒരു കുരുക്കളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ആ എണ്ണ എടുക്കുന്ന കുരുക്കൾ അവിടെ സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് തിന്നാനായിട്ട് ഇവിടെ ഇഷ്ടംപോലെ ആനകൾ വരാറുണ്ടെന്ന് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 5 ആനകൾ ഇവിടെ സ്ഥിരം വരുന്നുണ്ട്. അത് ഉപദ്രവിക്കൊന്നുമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോണ വഴി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു കേട്ടോ. ഒരെണ്ണം ആ കാണുന്ന കേട്ടോ, കുറേ അകലെയായിരുന്നു. നമ്മൾ സൂം ചെയ്ത് പിടിച്ചതാണ്. ഒരെണ്ണം അവിടെ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് എന്തോ കഴിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് പേടിയൊന്നുമില്ല എന്ന് തോന്നുന്നു. നമ്മളവിടെ നിന്ന് പോകുന്നത് ഇവിടെ ചെക്ക് പോസ്റ്റ് വീണ്ടും ഉണ്ട്. ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങ് പോകുന്നു കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. റോഡിലൊക്കെ നിറച്ച് വെള്ളമായിരുന്നു. സെറ്റപ്പ് യാത്രയാണ് കേട്ടോ. നമുക്ക് ഇച്ചിരി മഴയൊക്കെ ഉള്ള സമയത്തുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പൊ ഗൈസ് നമ്മള് വണ്ടി നിർത്തി. എന്തിനാന്ന് വെച്ചാ ഐസ്ക്രീം മേടിക്കാൻ. ഇവിടെ ആനയൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മളപ്പോ ഐസ്ക്രീം കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അറിയുന്ന വണ്ടിയുണ്ട്. നല്ല അടിപൊളി ഏരിയ ആയിട്ട് സ്ഥലം. നല്ല സൂപ്പർ. ആനേനെ കണ്ടു ഞങ്ങൾ. ആനേനെ കണ്ടു, മയില് കണ്ടു. മഴയത്ത് ഐസ്ക്രീം കഴിക്കണം അടിപൊളി ഒരു ഫീലാണ് കേട്ടോ. എനിക്കൊരു കഴിക്കേ. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോ ഫ്ലേവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാളുവിനും പ്രിയയ്ക്കൊക്കെ കിട്ടി. കുഞ്ഞൻ ചോക്കോബാറായിരുന്നു പറഞ്ഞായിരുന്നു. ഞാനും നിഷേട്ടനും കഴിക്കായിരുന്നു പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ അപ്പുറത്തേക്ക് മാറി നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങ് മാറി നിന്ന് കഴിച്ചു. അവിടെ നിന്ന് നല്ല രസമുണ്ടായിരുന്നു. ഈ മഴയും കൂടെയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളിയിലെത്തിയിട്ടോ. മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് കോട്ടൊക്കെ കയ്യിൽ കഴുകിക്കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയേക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന സമയം തിരക്ക് വന്ന് തുടങ്ങുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. ഇനി നമുക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങളിതേ ഉള്ളിൽ കയറി. നമ്മൾ കോട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം മഴയുണ്ട്. അവിടെ നിന്ന് പോയിരുന്നവർ കോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സേഫ്റ്റിക്ക് അവിടെ നിന്നേ വന്നു. എടാ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, ഓരോരുത്തരായിട്ട് കണ്ടു തുടങ്ങി. ഈ സ്ഥലം വരുമ്പോൾ ഞങ്ങൾക്കൊരു ഓർമ്മയുണ്ട് കേട്ടോ. മാളു കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഐസ്ക്രീം കഴിക്കാൻ നേരത്ത് കുരങ്ങൻ വന്ന അനീഷേട്ടനെ ഈ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് മാന്തിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിലെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മ വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങി. നല്ല നടക്കണം കേട്ടോ. പിന്നെ മഴയായി കിടക്കണം, തെന്നിയൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ താഴെ ഏകദേശം എത്താറായി. പക്ഷേ എത്താറായപ്പോഴത്തേനും അടിപൊളി മഴ അങ്ങ് പെയ്തു തൊട്ട് ഞങ്ങൾ എത്തിയപ്പോഴത്തേനും കോട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓക്കെ ആയിരുന്നു. എന്ത് സെറ്റപ്പായിരുന്നു എന്നറിയോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സെറ്റപ്പാണ്. ഇവിടെ പിന്നെ ഓൾറെഡി ഇങ്ങനെ മഴയില്ലെങ്കിലും നമ്മൾ കോട്ടിടുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം നിറച്ചിങ്ങനെ കാറ്റടിച്ച് വെള്ളം നമ്മുടെ മേത്താവും. അതിൻ്റെ കൂടെ ഒരു മഴയും കൂടെ പെയ്തപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. ഇപ്പം മഴയൊന്ന് തോർന്നേക്കണ ഇടയിൽ കാണണം. ഞങ്ങൾ നല്ല മഴയത്ത് മൊബൈലൊന്നും എടുക്കാൻ പറ്റാണ്ടായിപ്പോയി. അത് കഴിഞ്ഞ് മഴയൊന്ന് തുറന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫോട്ടോഷൂട്ട്, വീഡിയോ, ഡാൻസ് എല്ലാം അവിടെ നിന്ന് എടുത്തേട്ടോ. അത് കുറേ നേരം ചിലവഴിച്ചു കേട്ടോ. അവിടെ അടിപൊളിയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല് കിട്ടിയിട്ട് ഇവിടുന്ന് നമുക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. മഴയില്ലാതെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അത്രയും സൂപ്പറായിരുന്നു. എല്ലാവരും മഴ നനഞ്ഞും നനയാതെ കയറി നിന്നും ഒക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇത് ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ.
ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമുക്ക് തിരിച്ചു പോകാനേ തോന്നില്ല. ഞങ്ങൾ താഴെ നിന്ന് കുറച്ച് കഴിഞ്ഞ് മേളിൽ കയറിയൊക്കെ നിന്ന് ആസ്വദിച്ച് ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തു. സൂപ്പർ അടിപൊളി ട്രിപ്പ് വരുന്നെങ്കിൽ നമ്മളിത് ഇങ്ങനെ മഴ പെയ്യണ സമയത്ത് അതിരപ്പള്ളിയിൽ വരണം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്ത് അവിടുത്തെ മഴയൊക്കെ കുറഞ്ഞപ്പോൾ ഇവിടെ ഇപ്പുറവശത്തേക്ക് വന്നു. അവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയ സുന്ദരമായ കാഴ്ചത് കുരങ്ങുകളും അവരുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള കുറേ നിമിഷങ്ങൾ അവിടെ കണ്ടു. അതിന് ശേഷം ഞങ്ങൾ താഴ്ത്തോട്ട് വന്നു. ഇതും നല്ലൊരു സുഖമായിട്ട് കാണാനായിട്ട് മേളിൽ നിന്ന് നമ്മളിപ്പോൾ പോയി താഴെ കണ്ടതിൻ്റെ മേളിൽ നിന്നുള്ള ഒരു ഭാഗം അവിടെ നിന്ന് നമ്മൾ കുറേ നേരം വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. അതും നല്ലൊരു പ്ലേസാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോണത് അറിയുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മഴയാണെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മഴയായതുകൊണ്ട് ഇത്രയും തിരക്ക് ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അവിടെയൊക്കെ നമ്മൾ ഒരുപാട് നേരം ചിലവഴിച്ചു. അങ്ങനെ ഇറങ്ങിയിട്ട് ഉച്ചയായി. അപ്പോൾ എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട്, ഇനി ഫുഡ് കഴിക്കണം. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരിച്ചു പോകുന്ന വഴി മാളൂന് പാവ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി നോക്കി. ഒരു സ്ഥലത്ത് കയറി അവിടെ മാളൂന് ഇഷ്ടപ്പെട്ടതൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ താഴത്തോട്ട് പോയപ്പോൾ അവിടെ ഒരു കടയിൽ മാളൂന് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കണ്ടു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ ചോദിച്ച് മേടിച്ചു. ഇതിന്റെ കളക്ഷൻ ഉണ്ട് എനിക്ക്. അങ്ങനെ പുതിയത് കിട്ടി ഗായ്സ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഫ്രണ്ടിലൊരു ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ കയറി. എല്ലാവരും അവരവർക്കുള്ളതൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടതൊന്നും വന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടി. അനീഷേട്ടൻ പൊറോട്ട പറഞ്ഞു, ഞാനും ആളും കൂടെ ഒരു ബിരിയാണി പറഞ്ഞു, പ്രിയയും കുഞ്ഞനും കൂടെ ഒരു ചോറുമാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കിട്ടി. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. ഫുഡ് നല്ലതായിരുന്നു. എല്ലാവരുടെയും ടേസ്റ്റി ഫുഡായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വാഴച്ചാലിലേക്ക് പോയിട്ടോ. വാഴച്ചാലിൽ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേനും മഴയൊന്നുമില്ലായിരുന്നു. എന്നാലും നമ്മൾ കോട്ട് കരുതി കേട്ടോ കയ്യിൽ. കാരണം പെട്ടെന്ന് മഴ പെയ്യുന്നത്. അപ്പോൾ അവിടെയാണെങ്കിലും നമുക്ക് നിന്ന് ആസ്വദിക്കണമെങ്കിൽ കുടയേക്കാൾ എപ്പോഴും നല്ലത് കോട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. ഇതും അതുപോലൊക്കെ തന്നെയുള്ളൊരു പ്ലേസ് ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്ലേസുകളിൽ സന്ദർശിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് വേറൊന്നും തന്നെയല്ലേ. അടിപൊളിയായിരുന്നു. അവിടെയും ഇതുപോലെ വെള്ളച്ചാട്ടമാണ്. അവിടെ ചെന്നപ്പോൾ മഴയൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് നേരം കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയിട്ടോ. ഇവിടെ അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത്. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നല്ല അടിച്ച് വിട്ടൊരു മഴയും വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കോട്ട് കരുതിയത് കാരണം രക്ഷപ്പെട്ടു. അപ്പോൾ കോട്ട് ഇട്ടുകൊണ്ട് അവിടെ നിന്ന് കുറേ നേരം കണ്ടു. അതിന് ശേഷം നമ്മൾ തിരിച്ചു പോകാനാട്ടോ. പെട്ടെന്ന് മഴ പെയ്യും, പെട്ടെന്ന് മഴ മാറും. അങ്ങനത്തെ ഒരു മഴയാണ് കേട്ടോ ഇപ്പോൾ പെയ്യുന്നത്. പെയ്യുമ്പോൾ നല്ല വെള്ളത്തിലുള്ള മഴയും. അപ്പോൾ അതും നമുക്ക് കോട്ടുള്ളതുകൊണ്ട് നല്ലതായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോകുന്ന വഴിക്ക് വേറൊരു സ്ഥലവും കൂടെ കണ്ടു. ഇങ്ങനെ ഇതും ഇറങ്ങി കാണണമെന്ന് തോന്നി. അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറേ നേരം അവിടെയും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. ഉണ്ടോ എന്ത് രസം. എത്ര വെള്ളച്ചാട്ടം കണ്ടിട്ട് വന്നിട്ടും ഇത് കാണുമ്പോഴും ഏത് കാണുമ്പോഴും ഒരു പ്രത്യേക അതിശയവും ഇഷ്ടവും തോന്നും കേട്ടോ. അവിടെ ഇഷ്ടംപോലെ ആളുകൾ വണ്ടി നിർത്തി കയറുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ കയറി കുറേ നേരം ഫോട്ടോയൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത് ആ റോഡിൻ്റെ പാലത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ടേക്കാട്ടോ പോകുന്നത്. അങ്ങനെ അവിടെയും കുറേ നേരം ആസ്വദിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നു. പിന്നെ ഇച്ചിരി അങ്ങ് ദൂരെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി കണ്ട ആ വെള്ളച്ചാട്ടം ഇച്ചിരി ദൂരേന്ന് കാണാൻ പറ്റിയിട്ടോ. പിന്നെ അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുരങ്ങച്ചനിരുന്ന് അവിടെ ചക്ക തന്നെ പൊളിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായക്കട കണ്ടപ്പോൾ അവിടെ നിന്ന് ബജിയൊക്കെ മേടിച്ച് വണ്ടിയിലിരുന്ന് തന്നെ കഴിച്ചു കേട്ടെ. എല്ലാവരും മുട്ട ബജി, പഴംപൊരി അങ്ങനെയൊക്കെ മേടിച്ചു. പിന്നെ പോണ വഴി നമ്മൾ മലയാറ്റൂർ ആ ഭാഗത്തെത്തിയപ്പോഴത്തേനും നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു ഐസ്ക്രീം കഴിക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും കഴിച്ചു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രിപ്പൊക്കെ തീരുകയാണ് കേട്ടോ. ഇതോടുകൂടി ട്രിപ്പ് തീരുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.